ആദ്യം അതിനെ പിന്തുണച്ച കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി, അടുത്ത ദിവസം ഇതിൽ സംശയം പ്രകടിപ്പിച്ചു, തെളിവ് ചോദിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സൈന്യം ഒരു സ്ഥലത്ത് പ്രത്യാക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നാട്ടുകാർ. ഈ 1 കൊണ്ട് 9 കൊണ്ട് പഠിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വലിയ ഗുണം. ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഈ പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിൽ. ഏതായാലും കൃത്യം 15-ാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചു. ഇത്തവണ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ തെളിവുകൾ പുറത്തു വിട്ടു. രാഹുൽ ഗാന്ധി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായി, അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ല. പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹമുള്ളൊരു കൂട്ടർ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രം. അവർ പോലും ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഒരു പക്ഷേ സംഘടനയെ നിരോധിക്കുന്ന നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ കയ്യടിക്കും, കോരിത്തരിക്കും, രാഹുൽജിക്ക് സിന്ദാബാദ് വിളിക്കും എന്നാണ് ഈ ശുംഭന്മാർ വിചാരിച്ചിട്ടുള്ളെങ്കിൽ സത്യമായിട്ടും അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. യുദ്ധമോ വലിയ പ്രകൃതിക്ഷോഭമോ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരും ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഒരുമിച്ച് നിൽക്കുക, രാജ്യ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുക, ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ മാത്രം പറയുക എന്നുള്ളത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു കീഴ്വഴക്കമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. 2ാം ലോക യുദ്ധം നടക്കുന്ന സമയത്ത് കേവലം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൽ ചേംബർലൈൻ സ്ഥാനമൊഴിയുകയും ആ സ്ഥാനത്ത് വിൻസ്റ്റൺ ചർച്ചിൽ യുദ്ധകാല പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ലേബർ പാർട്ടിയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ക്ലെമൻ്റ് ആറ്റ്ലി ബ്രിട്ടനിൽ മന്ത്രിയായത്. യുദ്ധം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ചർച്ചിലിൻ്റെ പാർട്ടി പരാജയപ്പെടുകയും ആറ്റ്ലി പ്രധാനമന്ത്രി വഹിച്ചു. യുദ്ധകാലത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ രാജ്യത്തും ഉണ്ടായിരുന്ന കീഴ്വഴക്കം അത് തന്നെയാണ് ഈ കഴിഞ്ഞ കാലം വരെ. പുൽവാമയിൽ ഈ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി തീവ്രവാദികൾ നമ്മുടെ 44 CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയപ്പോഴാണ് ആദ്യമായിട്ട് അതിനൊരു മാറ്റം ഉണ്ടായത്. ഇത് ഇന്ത്യയുടെ ഭാഗത്ത് വലിയ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായതുകൊണ്ടാണ് എന്നും അതിൽ സർക്കാർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നുള്ള ആരോപണം ചില പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടാണ് മറ്റ് ചില പാർട്ടികൾ അതിൻ്റെ വാലിൽ പിടിച്ച് ഈ രീതിയിലുള്ള ആരോപണം നടത്തിയത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ഇന്ത്യ ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ആദ്യം അതിനെ പിന്തുണച്ച കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി, അടുത്ത ദിവസം ഇതിൽ സംശയം പ്രകടിപ്പിച്ചു, തെളിവ് ചോദിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സൈന്യം ഒരു സ്ഥലത്ത് പ്രത്യാക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നാട്ടുനടപ്പ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമായില്ല. അദ്ദേഹം തെളിവ് ചോദിച്ചു. അതും കൂടാതെ അഭിനന്ദൻ വർദ്ധമാൻ എന്ന ഒരു വൈമാനികനെ പാകിസ്ഥാൻ തടവിലാക്കി. എവിടെ അഭിനന്ദൻ? അയാളെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടു. 3-ാം ദിവസം ഈ അഭിനന്ദൻ വർദ്ധമാൻ തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. മാത്രമല്ല, തെളിവ് ചോദിച്ച കോൺഗ്രസ്സിനോട് ആ വോട്ടർമാർ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. ബാലറ്റ് ബോക്സിൽ കൂടി അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി. അത് പ്രകാരമാണ് കോൺഗ്രസ്സിന് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും രാജ്യത്താകമാനം വലിയ തിരിച്ചടി ഉണ്ടായത്. BJPയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ തോക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ 1 കൊണ്ട് 9 കൊണ്ട് പഠിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വലിയ ഗുണം. ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഈ പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോഴും കോൺഗ്രസ്സുകാർ ഇത് തന്നെ ആവർത്തിച്ചു. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി, ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി എന്നാരോപിച്ചു. ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ലല്ലോ പ്രധാനം, പാകിസ്ഥാൻ നടത്തിയ പൈശാചികമായ ആക്രമണമാണ്. അത് മതം ചോദിച്ച് ആളുകളെ കൊല്ലുന്ന പോലെയുള്ള സംഭവം. അപ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണം അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഈ ഗുണ്ടായുസത്തിനുപരിയായിട്ട് സർക്കാരിൻ്റെ സെക്യൂരിറ്റി ലാബ്സിനെ കുറ്റപ്പെടുത്തുന്ന നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ ഈ ആരോപണം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ വൈകുന്നത് എന്നുള്ളതായിരുന്നു വേറൊരു ചോദ്യം. തിരിച്ചടിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു, സൈനിക മേധാവികൾ പറഞ്ഞു. ഇത് ഉമ്മക്കറി മാങ്ങ പറിക്കുന്ന പോലെ അല്ലല്ലോ പ്രത്യാക്രമണം നടത്തുക. അതിനും മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടാണെങ്കിൽ അതനുസരിച്ച് തയ്യാറായിരിക്കാം. ഏതായാലും കൃത്യം 15-ാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചു. ഇത്തവണ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ തെളിവുകൾ പുറത്തു വിട്ടു. രാഹുൽ ഗാന്ധി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ല. തെളിവ് കാണാതെ പുള്ളി ഒന്നും വിശ്വസിക്കുകയില്ല. പുള്ളി ഒരു ഡൗട്ടിങ് തോമസാണ്. ഏതായാലും തെളിവ് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വസിച്ചു. പിന്നീട് അത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ വഴിക്കുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നു, ഇന്ത്യ തിരിച്ചടിക്കുന്നു.
ആ തിരിച്ചടിയുടെ ദൃശ്യങ്ങളും ഈ സമീപ ദിവസം പുറത്തു വിട്ടിരുന്നു. പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ എങ്ങനെയാണ് ആക്രമിച്ചത്, എങ്ങനെയാണ് താറുമാറാക്കിയത്, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ എങ്ങനെയാണ് ഇന്ത്യ നിർവീര്യമാക്കിയത് എന്നുള്ളതിനൊക്കെ ഇപ്പം നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ തെളിവുകൾ ലഭ്യമാണ്. ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സംശയം തീരുന്നില്ല. ഈ പ്രത്യാക്രമണം നടത്തിയ ആദ്യത്തെ ദിവസം തന്നെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളെ നമ്മൾ ആക്രമിക്കുന്നില്ല, പാകിസ്ഥാൻ പൗരന്മാരെ ആക്രമിക്കുന്നില്ല, തീവ്രവാദികളുടെ ക്യാമ്പുകൾ മാത്രമാണ് ആക്രമിക്കുന്നത് എന്ന് ആ ദിവസം ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് തീവ്രവാദികളുടെ ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത് എന്ന് വിദേശകാര്യമന്ത്രി പറയുന്നു എന്ന രീതിയിൽ അദ്ദേഹം ആരോപിക്കുകയാണ്. എന്ന് മാത്രമല്ല, പുള്ളി വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടമായി? ഈ നഷ്ടമായ വിമാനം രാഹുൽ ഗാന്ധിയുടെ തറവാട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് തിരിച്ച് ഇന്ത്യക്ക് രണ്ടാമത് വിമാനം മേടിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് വല്ല പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ബക്കറ്റ് വിരിവ് നടത്തിയിട്ട് വ്യോമസേനയ്ക്ക് വിമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലും തെറ്റില്ല. പക്ഷേ ഇങ്ങനെ നിരുത്തരവാദപരമായ ഒരു ആരോപണം ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് ഒരു പ്രതിപക്ഷ കക്ഷിയും ഒരിക്കലും ചോദിച്ചിട്ടില്ല. 1962 ഈ കമ്പിളി വസ്ത്രങ്ങൾ പോലും ഇല്ലാതെയാണ് ഇന്ത്യയുടെ സൈനികർ ഹിമാലയത്തിൽ പോയി യുദ്ധം ചെയ്ത് ഈ ചൈനയോട് വലിയ പരാജയം ഏറ്റുവാങ്ങിയത്. കാരണം ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ സമാധാനം പ്രഖ്യാപിച്ച് പ്രസംഗിച്ച് നടക്കുകയായിരുന്നു. സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയില്ല. ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ദോഷം പറയുന്നില്ല. പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യൻ സൈന്യം വിരിമാറല്ല വിരിമുതുക് കാണിച്ചു. ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുന്ന, അന്ന് നേഫ എന്ന് വിളിച്ചിരുന്ന സ്ഥലത്താണ് ആക്രമണം ഉണ്ടായത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ബന്ധുവായിരുന്നു അന്ന് ഈസ്റ്റേൺ കമാൻഡൻറ്റിൻ്റെ നായകൻ BM കൗൾ, ലഫ്റ്റനൻറ്റ് ജനറൽ BM കൗൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രം നമുക്കുണ്ട്. 65 യുദ്ധത്തിനും ഇന്ത്യ പൂർണ്ണമായിട്ട് സജ്ജമായിരുന്നില്ല. പക്ഷേ നമ്മൾ അതിശക്തമായിട്ട് തിരിച്ചടിച്ചു. പാകിസ്ഥാന് സാബർ ജെറ്റുകളുണ്ടായിരുന്നു, നമുക്ക് കാലഹരണപ്പെട്ട വാമ്പയറും നാറ്റുമേ ഉണ്ടായിരുന്നു. അത് വെച്ച് തിരിച്ചടിച്ചു. പാകിസ്ഥാന് പാറ്റൻ ടാങ്കുകളുണ്ടായിരുന്നു, അമേരിക്ക കൊടുത്ത പുത്തൻ പാറ്റൻ ടാങ്കുകൾ. ഇന്ത്യക്ക് ഷെർമാനും സെഞ്ചുറിയനും പോലുള്ള ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയ പഴയ ചരക്കുകൾ മാത്രം ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ യുദ്ധം ചെയ്തു, ശക്തമായിട്ട് യുദ്ധം ചെയ്തു, തിരിച്ചടിച്ചു. പാകിസ്ഥാൻ്റെ ആക്രമണത്തെ തടഞ്ഞു നിർത്തി. 1971 നമ്മൾ പൂർണ്ണമായിട്ട് സജ്ജരായിട്ടാണ് യുദ്ധത്തിന് പോയത്. അന്ന് വലിയ ആൾനാശം ഉണ്ടായി, ഒഴിവാക്കാവുന്നതിൽ കൂടുതൽ ആൾനാശം ഉണ്ടായി. പക്ഷേ ഒരു പ്രതിപക്ഷ കക്ഷിയും അതിൻ്റെ കണക്ക് ചോദിച്ചില്ല. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു, അതിൽ നാറ്റ് എത്ര, വാമ്പയർ എത്ര, ബിഗ് എത്ര എന്ന് ആരും ചോദിച്ചില്ല. മൊറാർജിക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, വാജ്പേയിക്ക് ചോദിക്കാമായിരുന്നു, ഫെർണാണ്ടസിന് ചോദിക്കാമായിരുന്നു, ജ്യോതിർമയി ബസുവിനോ AKജിക്കോ ചോദിക്കാമായിരുന്നു. ഒരു പാർട്ടിയും ചോദിച്ചില്ല. കാരണം ദേശീയ ഐക്യത്തിൻ്റെ മുഹൂർത്തമാണ്. ആ സമയത്ത് നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ല. ഇത് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് കാർഗിലിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്. കാർഗിലിലെ അവസാനത്തെ പാകിസ്ഥാൻകാരനെ വരെ തുരത്തിയതിന് ശേഷമാണ് യുദ്ധം നിർത്തിയത്. അപ്പോഴും നമുക്ക് വലിയ ആൾനാശം ഉണ്ടായി. കാരണം പാകിസ്ഥാൻ ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവർ മലമുകളിൽ നിന്നിട്ട് താഴെ നിൽക്കുന്ന ഇന്ത്യൻ സൈനികരെ വെടിവെക്കുകയാണ്. വളരെ ദുഷ്കരമായ യുദ്ധമായിരുന്നു. ഒരുപാട് ആൾനാശം ഉണ്ടായി, ഒരുപാട് സ്വത്ത് നാശം ഉണ്ടായി. ഇന്ത്യയുടെ വിമാനങ്ങൾ അവർ വെടിവെച്ച് വീഴ്ച്ചു. അന്ന് സോണിയാഗാന്ധി ചോദിച്ചില്ല ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു, എത്ര ആൾനാശം ഉണ്ടായി. ആൾനാശം കുറയ്ക്കാൻ സർക്കാർ വല്ലതും ചെയ്തു. എന്തുകൊണ്ട് നുഴഞ്ഞുകയറ്റം കണ്ടുപിടിക്കുന്നതിൽ സർക്കാരിന് പരാജയം ഉണ്ടായി എന്നാരും ചോദിച്ചില്ല, ഒരു പാർട്ടിയും ചോദിച്ചില്ല. സോണിയാഗാന്ധി മാത്രമല്ല, വേറെയും നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ. AK ആന്റണി ചോദിച്ചില്ല, അല്ലെങ്കിൽ അന്നത്തെ ഒരു നേതാവും ചോദിച്ചില്ല, ശരത് പവാർ ചോദിച്ചില്ല, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ് ചോദിച്ചില്ല, VP സിംഗ് ചോദിച്ചില്ല. കാരണം അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രാഥമികമാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ പുൽവാമ ആക്രമണം ഉണ്ടായതിനു ശേഷം, ഇപ്പോൾ നമ്മൾ പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹമുള്ളൊരു കൂട്ടർ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമേ ഉള്ളൂ. അവർ പോലും ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഒരു പക്ഷേ സംഘടനയെ നിരോധിക്കുന്ന നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം മജ്ലിസിൻ്റെ നേതാവ് OIC ഇന്ത്യ ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, പാണക്കാട് തങ്ങളടക്കമുള്ള ആളുകൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ, അവർ ചോദിക്കുന്നില്ല, ചോദിക്കുകയില്ല. കാരണം അവർക്കറിയാം ഇത് ചോദിക്കേണ്ട സമയമല്ല. മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നില്ല. അതുപോലെ ഇന്ത്യൻ ഡെലിഗേഷൻ വിദേശത്തേക്ക് അയക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സൽമാൻ ഖുർഷിദിനും ശശി തരൂരിനും ഒക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരെ ആരെയും വിടാൻ കോൺഗ്രസ് തയ്യാറില്ല. കോൺഗ്രസിൻ്റെ ചില ഏഴാംകൂലി സ്പീഡുകളെ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. മനീഷ് തിവാരി അയക്കാൻ തയ്യാറില്ല. ആനന്ദ് ശർമ്മയെ വേണമെങ്കിൽ അയക്കാം എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അല്ലെങ്കിൽ കേൾപ്പോരും കേൾവിയില്ലാത്ത ചില ആളുകളുടെ പേര് എഴുതി കൊടുത്തു.
ഭാഗ്യത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയോ കെ സുധാകരൻ്റെയോ പേരെഴുതി കൊടുത്തില്ല. എഴുതി കൊടുത്തെങ്കിൽ അവരെ അയക്കേണ്ടവരായിരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആളുകളെ തീരുമാനിക്കുന്നത്. കനിമൊഴിയെ തീരുമാനിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കനിമൊഴി അയക്കാമെന്ന് ചോദിച്ചു. DMK പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു. സുപ്രിയ സുലെയുടെ പേര് കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചു. NCP അനുവദിച്ചു. അതുപോലെ ജോൺ ബ്രിട്ടാസിൻ്റെ പേര് CPM-നോട് ചോദിച്ചു. ജോൺ ബ്രിട്ടാസിനെ തീരുമാനിച്ചത് വിദേശ മന്ത്രാലയമാണ്, അല്ലാതെ MA ബേബി അല്ല. MA ബേബി സമ്മതിച്ചു, അനുവദിച്ചു. അദ്ദേഹത്തെ അയക്കുന്നതിന് വിരോധമില്ല. MA ബേബിക്ക് വേണമെങ്കിൽ വാശി പിടിക്കായിരുന്നു. ഞങ്ങൾ ഡബിൾ റഹീമിനെ അയക്കുള്ളൂ, അല്ലെങ്കിൽ K രാധാകൃഷ്ണനെ അയക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് വിഷമത്തിലായി പോയനെ. പക്ഷേ MA ബേബിക്ക് വിവരമുണ്ട്, ബുദ്ധിയുണ്ട്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇതറിയാൻ പാടില്ലാത്ത ഒരാൾ എന്ന് പറയുന്നത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെവിയടിച്ച് തിന്നുന്ന ചില വിഷജീവികളുടെ ഇത്തിക്കണ്ണികൾ, അവരാണ് സത്യത്തിൽ ഇദ്ദേഹത്തെ കുഴപ്പത്തിലാക്കുന്നത്. പവൻ ഖേര എന്ന് പറഞ്ഞ നേതാവ് ഇപ്പോഴും പറയുന്നു, അതേ ഇപ്പോഴും ചോദിക്കുന്നു, തീവ്രവാദികളെ മുൻകൂട്ടി അറിയിച്ചിട്ടാണോ നിങ്ങൾ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചത്? അങ്ങനെ ആരും ചെയ്യില്ലല്ലോ. അങ്ങനെ ചെയ്തൊന്നും ആർക്കും ഒരു കേസില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് വെച്ചാൽ കോൺഗ്രസിൻ്റെ കുഴി ഇവർ തന്നെ കുഴിക്കുകയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ കയ്യടിക്കും, കോരിത്തരിക്കും, രാഹുൽജിക്ക് സിന്ദാബാദ് വിളിക്കും എന്നാണ് ഈ ശുംഭന്മാർ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ സത്യമായിട്ടും അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ദേശീയ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കേണ്ട സമയത്ത് ഇവർ കക്ഷി രാഷ്ട്രീയം മുൻനിർത്തി, അല്ലെങ്കിൽ വ്യക്തി താല്പര്യം മുൻനിർത്തി, അല്ലെങ്കിൽ അതുപോലും മുൻനിർത്താതെ പരമമായ വിഡ്ഢിത്തം, അസംബന്ധം മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, രാജ്യത്തിന് തന്നെ ഒരു ദോഷമാണ്. കാരണം കോൺഗ്രസ് പോലെ ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഇല്ലേ, ദേശീയ പാരമ്പര്യം, ദേശീയ സമരത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി, മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ പട്ടേലിൻ്റെയും മൗലാന ആസാദിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടാവുന്ന പാർട്ടി ഇതുപോലെ ബുദ്ധിശൂന്യമായ, ഇതുപോലെ അസംബന്ധ നിർഭരമായ നിലപാടുകളെടുത്ത് അതിൻ്റെ സ്വന്തം അസ്ഥിവാരം തോണ്ടുന്ന അല്ലെങ്കിൽ സ്വന്തം കുഴി കുഴിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ നശിപ്പിക്കണം എന്ന് നിർബന്ധമുള്ളത് BJPക്കല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കല്ല, പ്രാദേശിക പാർട്ടികൾക്കല്ല, കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർക്കാണ്. ഈ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് 16 അടിയന്തരം നടത്തിയതിന് ശേഷം ഇവർ വിശ്രമിക്കുള്ളൂ എന്ന കാര്യം നമുക്കറിയാം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.